gotta lose. നമ്മൾ നാട്ടിൽ മന്തി കഴിക്കുമ്പോൾ The hardest thing in life. സ്ക്രോൾ ചെയ്യുമ്പോൾ ഡോപ്പമിൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആർട്ടിഫിഷ്യൽ ഷുഗർ, റിഫൈൻഡ് ഷുഗർ കൺസ്യൂം ചെയ്യുമ്പോൾ ഡോപ്പമിൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പാർട്ടിങ് ചെയ്യുമ്പോൾ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഡോപ്പമിൻ ആക്ച്വലി ഒരു ചീത്ത സംഭവമാണോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. എല്ലാവരും ഡോപ്പമിനെ കാണുന്നത് പ്ലഷറായിട്ട് മാത്രം റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. എവിടെ ഹാപ്പിനെസ് ഉണ്ടോ അവിടെ ഡോപ്പമിൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് പാർഷ്യലി ട്രൂ. ഡോപ്പമിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇത് ഞാൻ പറയുമ്പോൾ ഞാനൊരു സയന്റിസ്റ്റ് ഒന്നല്ല കേട്ടോ, ഞാൻ എൻ്റെ അറിവ് വെച്ചാണ് പറയുന്നത്. ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇത് പ്ലഷർ തരുമ്പോൾ അല്ലെങ്കിൽ റിവാർഡ് കിട്ടുമ്പോൾ മാത്രമല്ല ഇതിന്റെ പ്രൊഡക്ഷൻ വരുന്നത്. ഇതിന് എന്തുമായിട്ട് ബന്ധമുണ്ട്? നമുക്ക് മോട്ടിവേഷൻ തരുന്നതുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ഗോള് പെർസ്യൂ ചെയ്യാൻ അവിടെ എന്തുണ്ട്? ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനുള്ള മോട്ടിവേഷന് വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കണം, അപ്പൊ നമ്മളവിടെ പോകണ്ടേ? അതിന് നമുക്കൊരു മോട്ടിവേഷൻ വേണ്ടേ? അത് ഡോപ്പമിൻ തരുന്നുണ്ട്. നമുക്ക് വെള്ളം എടുത്ത് കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നറിയാം. അപ്പോൾ അവിടെ ഒരു മോട്ടിവേഷൻ തരുന്നുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ഗോള് പെർസ്യൂ ചെയ്യണമെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ആ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ തരുന്നതിലും ആർക്ക് പങ്കുണ്ട്? ഡോപ്പമിന് പങ്കുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ CA ജേണിയിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞങ്ങളെ ഇന്ററിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, CA ഇന്റർമീഡിയറ്റ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് 2 മാസം സ്റ്റഡി ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 മാസം സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുവിധ ആൾക്കാരുടെ റൂട്ടീനൊക്കെ രാവിലെ എണീക്കുന്നു, പഠിക്കാതിരിക്കുന്നു, പിന്നീട് ഒരു 12-13 മണിക്കൂർ പഠിത്തം തന്നെ കയറും. അതിൻ്റെ ഇടയിൽ പിന്നെ ഫുഡ് കഴിക്കലും ബാത്റൂം പോലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 മാസം ഫുള്ള് ഇങ്ങനെയാണ്. പക്ഷെ ആ ഒരു 2 മാസത്തിൽ ഒരു ദിവസം എനിക്ക് എന്തില്ല, അത് കാരണം ബോറടിച്ചിട്ടില്ല. അതായത് എന്നിപ്പോൾ ഒരേ സംഭവം തന്നെ ചെയ്യണത്, വേറെ ഒരു എന്റർടൈൻമെന്റും ഇല്ല. പക്ഷെ അത് എക്സൈറ്റിംഗ് ആയിരുന്നു. അത് ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു, ഉള്ളിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. കാരണം എക്സാം അടുക്കാനായി. അപ്പോൾ കുറെ ഓൺലൈൻ ക്ലാസ്സുകൾ പെൻഡിങ് ഉണ്ട്, അത് കാണാനുണ്ട്. കുറെ സംഭവങ്ങൾ റിവൈസ് ചെയ്യാനുണ്ട്. അതുപോലെ കുറെ പുതിയത് പഠിക്കാനുണ്ട്, പഠിച്ചത് മറന്നതുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ ഇറ്റ് വാസ് ലൈക്ക് ആൻ അഡ്വെഞ്ചർ. അത് ഒരു രസമായിരുന്നു. പിന്നീട് ആ എക്സാം കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എക്സാം കഴിയുമ്പോൾ ഉള്ളിലൊരു സമാധാനമല്ല ഉണ്ടാവുക, നമുക്ക് സന്തോഷമായിരിക്കും, പിന്നത്തെ ദിവസമൊക്കെ ഹാപ്പി ആയിരിക്കും. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. അത്രയും ദിവസം നല്ല ഡ്രൈവിലും മോട്ടിവേഷനിലൊക്കെ പോയി എക്സാം ക്ലിയർ ചെയ്തു മീൻസ് എഴുതി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്കൊരു ഹാപ്പിനെസ് വരേണ്ടതല്ലേ. പക്ഷെ അവിടെ ഹാപ്പിനെസ് അല്ല വന്നത്, ആക്ച്വലി ഹാപ്പിനെസ് കുറഞ്ഞിക്കാണ്. ഇത്രയും ദിവസം ഉണ്ടായിരുന്ന മൂഡിനെക്കാട്ടും വേഴ്സ് ആയിക്കാണ് മൂഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആ ഒരു ജേണിയിൽ ആ ഒരു ഗോള്, ആ എക്സാം എഴുതാന്നുള്ള, നല്ല രീതിയിൽ എഴുതാന്നുള്ള ആ ഗോള് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മോട്ടിവേഷൻ ആര് തന്നിരുന്നു? ഡോപ്പമിൻ തന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ, ആ ഒരു ഗോള് കഴിഞ്ഞപ്പോൾ എന്തായി? ആ ഒരു സംഭവം കഴിഞ്ഞു. ആ ഒരു ചേസ് കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു ഡിപ്രസ്ഡ് ആ ഒരു സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ നിങ്ങളിവിടെ പുതിയതാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ഇഷാം, ഞാനൊരു നോ BS സെൽഫ് ഇംപ്രൂവ്മെന്റ് കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അതുപോലെ തന്നെ എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ എൻ്റെ മെമ്പേഴ്സ് ഓൺലി കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ലൈക്ക് ഫിറ്റ്നസ്, സ്ലീപ്പ്, മൈൻഡ് സെറ്റ്, മോട്ടിവേഷൻ, ഇങ്ങനെ പല കാര്യങ്ങളായിട്ട് റിലേറ്റ് ആയിട്ട്. പിന്നെ ഇടയ്ക്ക് ലൈവ് ക്ലാസ്സുകളും വെക്കും. അതിൽ ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ. അപ്പൊ ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ സ്ക്രോളിങ് അല്ലെങ്കിൽ പാർട്ടിങ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഇങ്ങനത്തെ സംഭവത്തിലേക്കൊക്കെ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഫാസ്റ്റ് ഫുഡ് വെച്ച് തുടങ്ങാം. എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ഫുഡ് നമുക്ക് അഡിക്റ്റീവ് ആവണം എന്നുള്ളത്? ഫാസ്റ്റ് ഫുഡിൽ നമ്മളെ ഈ ഫാസ്റ്റ് ഫുഡ് കമ്പനീസ് ഹുക്ക് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടാണ്: സാൾട്ട്, ഷുഗർ, ഫാറ്റ്. ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്താണ്ട് ഒരു ബുക്ക് തന്നെ ഉണ്ട്. അതിന്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സാൾട്ട്, ഷുഗർ, ഫാറ്റ്, ഹൗ ദ ജയൻസ് കുക്ക്ഡ് അസ് അങ്ങനെ എന്തോ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ ഈ ഒരു ബുക്കിൽ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് ഇവരെങ്ങനെയാണ് നമ്മളെ അഡിക്റ്റഡ് ആക്കുന്നത്. നമുക്കൊരു പോയിന്റ് ഉണ്ട് ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ റിവാർഡ് തരുന്ന, ബ്ലിസ് പോയിന്റ് എന്നാണ് ഓല അതിനെ വിളിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് സാൾട്ടിന്റെയും ഷുഗറിന്റെയും ഫാറ്റിന്റെ ഒക്കെ ഒരു റൈറ്റ് പ്രപ്പോർഷൻ, റൈറ്റ് കോമ്പിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രീതിയിൽ നമ്മുടെ ഉള്ളിൽ റിവാർഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഒരു കേവ്മാൻ ടൈമിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ ഹണ്ടർ ഗ്യാദറേഴ്സ് ഒക്കെ ആയിരുന്ന ടൈമിൽ നമ്മൾ ഫാമിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല, നമ്മൾ കാട്ടിലാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഫാറ്റ് എന്ന് തുടങ്ങാം. ഫാറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് കിട്ടാം, നമ്മൾ ഹണ്ട് ചെയ്താണ്ട് ആനിമൽസ് എന്നൊക്കെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങളിപ്പോൾ ബീഫൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ബീഫിന്റെ ഇറച്ചിന്റെ ഒപ്പം ഒരു ഫാറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പണിയാണ്. ഇത് റയറാണ്. ഇത് ഹൈ കാലറി ഉള്ള സംഭവമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് സർവൈവ് ചെയ്യാൻ. റൈറ്റ്. അപ്പോൾ നമ്മളെ ബ്രെയിന് ആ സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ, അതിന്റെ സിഗ്നൽ കിട്ടുമ്പോഴും അതുപോലെ തന്നെ അത് കിട്ടിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ റിവാർഡ് തരും. ഇനി രണ്ടാമത്താണ് ഇത് ഷുഗർ. ഷുഗർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഉണ്ടാവുക ഹണിയിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സിലൊക്കെയാണ്. അപ്പോൾ ഈ സംഭവങ്ങളും നമ്മുടെ സർവൈവലിന് അത്യാവശ്യമാണ്. ഹണി എന്ന് പറയുന്നതൊക്കെ
നല്ല കാലറീസ് ഉള്ളതാണ്, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് കാര്യങ്ങൾ, അപ്പോൾ നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സാൾട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോഴത്തെ പോലെ അന്ന് കടലിൽ നിന്ന് സാൾട്ട് വറ്റിച്ചെടുക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് വളരെ റെയർ ആയിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതും അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കോമ്പിനേഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡി എന്താവും, ഈ ഒരു സംഭവം നമ്മളെ ബോഡിക്ക് എത്ര കിട്ടിയാലും വേണ്ടാന്ന് പറയില്ല, വേണമെന്നേ പറയുള്ളൂ. കാരണം ഇത് നമ്മളെ അന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ റെയർ ആയിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചാണ്ട് ഇതിനെ ഹുക്ക് ചെയ്ത് കാണാൻ ഓല് ബ്ലിസ് പോയിന്റ് വെച്ച് കണ്ടാണ് ഓല് ഹുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡ് നമ്മൾ എങ്ങനെയായാലും ക്രേവേ ചെയ്യുള്ളൂ, കഴിക്കാൻ ഇനിയും കൂടുതൽ കഴിക്കുകയുള്ളൂ, നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല ആ ഒരു രീതിയിൽ. ഇത് ആക്ച്വലി നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പെന്ന് ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചോ, ഞാനൊരു മാനുഫാക്ചർ ചെയ്യുന്ന സംഭവമാണ്, അല്ലെങ്കിൽ എനിക്കൊരു കമ്പനി ഉണ്ട്, ഞാനവിടെ ഒരു പെന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാം, അത് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കണം കയ്യിൽ, റൈറ്റ്? അതിന് മഷി കഴിഞ്ഞാൽ റീഫിൽ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ മഷി ഇത്ര കാലം വരെ നിൽക്കണം, പക്ഷെ ഇത്ര ഫ്ലോയിങ് വേണം. അതേപോലെ തന്നെ ഒരു പാക്കറ്റ് വഴിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കറ്റിൽ നിന്ന് ഒരു പെന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത പെന്ന് മുമ്പ് വരുന്ന രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യണം. ആ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങളെ രീതിയിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പല രീതിയിൽ എഞ്ചിനീയർ ചെയ്യൂലേ ഒരു പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഇവർ ഫുഡിനെ എഞ്ചിനീയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സാൾട്ടിൻ്റെയും ഷുഗറിൻ്റെയും ഫാറ്റിൻ്റെയും കോമ്പിനേഷന് എത്രത്തോളം എങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിവാർഡ് കിട്ടുക എന്നുള്ളതൊക്കെ പല രീതിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്താണ്ട് ഇഷ്ടം പോലെ തൗസൻഡ്സ് എന്നല്ല ലാക്സ് ആൻഡ് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇതിനു വേണ്ടി ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സംഭവം. ഇനി രണ്ടാമത്തെ തന്നെ സോഷ്യൽ മീഡിയൻ്റെ കാര്യം പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പണ്ട് ഇൻസ്റ്റഗ്രാമും അതുപോലെ യൂട്യൂബിലൊന്നും ഷോർട്സോ റീൽസോ ഒന്നും ഇല്ലായിരുന്നു. അന്ന് ലോങ് വീഡിയോസും അതുപോലെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ മെയിനായിട്ട് പോസ്റ്റുകളെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വൈറലാവുന്ന സംഭവങ്ങൾ കുറവാണ്. അതിൽ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് ഒക്കെ ഉണ്ടാവുക സെലിബ്രിറ്റീസിനൊക്കെയാണ്. പിന്നീട് ടിക്ടോക്ക് വന്നതിന് ശേഷം പിന്നെ ടിക്ടോക്ക് ബാൻ ആയപ്പോഴൊക്കെയാണല്ലോ നമുക്ക് റീൽസും അതുപോലെ തന്നെ ഷോർട്സ് ഒക്കെ വന്നത്. ഈ ഷോർട്സ് ഒക്കെ വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ അഡിക്റ്റീവായി മാറിയത്. അതിൽ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം, നമ്മൾ എങ്ങനെ ആയാലും സോഷ്യൽ കണക്ഷൻസ് ക്രേവ് ചെയ്യുന്ന ആൾക്കാരാണ്. എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ കെയർ ചെയ്യില്ല എന്ന് പറഞ്ഞാലും, ബാക്കിയുള്ളവർ എന്ത് പറയുന്നത് കെയർ ചെയ്യില്ല എന്ന് പറഞ്ഞാലും, സോഷ്യൽ അപ്രൂവൽ എങ്ങനെ ആയാലും നമ്മൾ നോക്കും. ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ നോക്കും. നമ്മൾ ഓരോ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവർ നമുക്ക് ലൈക്ക് ഇടുമ്പോൾ നമുക്ക് ഡോപ്പമിൻ ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമന്റ് ഇടുമ്പോഴും നമ്മളെ പ്രൈസ് ചെയ്യുമ്പോഴും എടാ നല്ല രസമുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയല്ലോ, തീയിൻ്റെ ചിഹ്നം ഇടുമ്പോൾ അപ്പോൾ നമുക്ക് ഉള്ളിൽ ചെറിയൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോസ്റ്റിൻ്റെ കേസൊക്കെ. രണ്ടാമത്തത് സ്ക്രോളിങ്ങിൻ്റെ, അതായത് റീൽസിലും അതുപോലെ ഷോർട്സിലൊക്കെ. ഇതിൽ നോവൽറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നോവൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സംഭവത്തിനെ അഡിക്റ്റഡ് ആക്കണതിൽ ഒരു പ്രധാന ഘടകം ആണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള റിവാർഡ് കിട്ടും, എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള കണ്ടന്റ് കിട്ടും. ആ കണ്ടന്റിനാണെങ്കിൽ ഒരിക്കലും ഒരു ക്ഷാമമില്ല, അത് കഴിയൂല. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതേപോലത്തെ വീഡിയോ അല്ലെങ്കിൽ അതേ വീഡിയോ ആണ് പിന്നെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അത്ര പ്ലഷർ ഉണ്ടാവില്ല. അതേസമയം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് വരും. ആ രീതിയിൽ ആണ് റിവാർഡ് തരിക. അങ്ങനെ റിവാർഡ് തരുമ്പോഴാണ് ഒരു സാധനം എന്താവുക ഏറ്റവും കൂടുതൽ അഡിക്റ്റീവ് ആവുക. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഡ്രഗ് അഡിക്റ്റ് ആണ് വിചാരിച്ചോ, എന്നും ഒരേ ഡോസിലാണ് അയാൾ ഡ്രഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് അത്ര എഫക്റ്റ് ഉണ്ടാവില്ല. ഫസ്റ്റത്തെ കുറച്ച് എഫക്റ്റ് ഉണ്ടാവുള്ളൂ, പിന്നെ അത് കുറഞ്ഞു വരും. അയാൾക്ക് ഒന്ന് ഡോസ് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എടുത്താണ്ട് പിന്നെ എടുക്കേണ്ടി വരും. ഇപ്പോൾ കോഫീൻ്റെ കേസ് വരെ അങ്ങനെയാണ്. അതായത് നമ്മളവിടുത്തെ ലോക്കൽ ബ്രൂ കോഫി ഒന്നല്ല, പക്ഷെ അത്യാവശ്യം നല്ല പവറുള്ള. ഇപ്പം ഞാൻ കുടിച്ചിരുന്നത് ഇപ്പോൾ അടുത്തൊക്കെ നെസ്കഫേൻ്റെ ബ്ലാക്ക് റോസ്റ്റ് എന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് കോഫിയിൽ എനിക്ക് ആകെ കുറച്ച് പവർ കാണാൻ പറ്റിയ അതിനാണ്, ബാക്കിയുള്ളതിനൊന്നും ഒന്നുമില്ല, അതിൽ കഫീനൊന്നുമില്ല. ഇതും അത്ര വലിയ സംഭവം ഒന്നല്ല. അപ്പം പക്ഷെ നമ്മൾ ഇപ്പോൾ കഫേയിലൊക്കെ പോയിക്കാണ്ട് ഡബിൾ എസ്പ്രസോ അല്ലെങ്കിൽ അമേരിക്കാനോ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം വേറെ അറിയാൻ പറ്റും. അപ്പോൾ ഇതുവരെ കോഫി കുടിക്കാത്ത ഒരാൾ ഫസ്റ്റ് ടൈമിൽ ഒരു എസ്പ്രസോ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്കാനൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ വേറൊരു ലെവൽ ഫീലിംഗ് ആയിക്കാരം, വേറെ രീതിയിലേക്കാരം ഓരോ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അതൊരു പുതിയ സംഭവമാണ്, നോവൽറ്റിയാണ്. പക്ഷെ അതേസമയം അതേ സംഭവം എന്നും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് രണ്ടാമത്തെ സംഭവം സോഷ്യൽ മീഡിയനെ അഡിക്റ്റീവ് ആക്കുന്നത്. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫൈയിങ് ആക്ടിവിറ്റീസ് ആണ്. പെട്ടെന്ന് പ്ലഷർ കിട്ടും, അതേപോലെ തന്നെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കും, ഇപ്പോൾ ഞാൻ എന്തിനാ സ്ക്രോൾ ചെയ്ത് ഒരു തേങ്ങ, അപ്പോൾ ഒരു എന്തിനാ അത്രയും സമയം വേസ്റ്റ് ആക്കിയതെന്ന് ചിന്തിക്കണം. പക്ഷെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. ഇപ്പം നമ്മൾ കുക്കീസ് കഴിക്കണമെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കണമെങ്കിൽ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നാം എന്തിനാ അപ്പം ഞാൻ ഈ കഴിച്ചത്, ആ റിവാർഡ് കഴിഞ്ഞു, ഒറ്റടിക്ക് കഴിഞ്ഞു, എന്തിനാ അപ്പം ഞാൻ കഴിച്ചത്, കഴിക്കേണ്ടില്ലേനു, ഇതിപ്പോൾ ഇന്നെ അഫക്റ്റ് ചെയ്യുമോ, ഞാൻ അപ്പം ഈ തടി കൂടുമോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടാവും. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മളെ ഡോപ്പമിൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ലെമണിൻ്റെ പോലെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം ഞാൻ ജസ്റ്റ് 2 എക്സാമ്പിൾ പറഞ്ഞ ഫാസ്റ്റ് ഫുഡും സോഷ്യൽ മീഡിയയൊക്കെ, ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫൈയിങ് ആക്ടിവിറ്റീസൊക്കെ
ഹൈ റിവാർഡ് തരുന്ന, ഒറ്റയടിക്ക് ഒരുപാട് റിവാർഡ് തരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ ലെമൺ എന്ന് പറയുന്നതിന് നമ്മളെ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു ലെമൺ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ലെമണിൻ്റെ ഉള്ളിലത്തെ ജ്യൂസിന് ഒരു ലിമിറ്റ് ഇല്ലേ. അപ്പോൾ നമ്മൾ ഈ ഹൈലി റിവാർഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫൈയിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് രാവിലെ എണീറ്റേക്കിനും ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ജ്യൂസ് നമ്മൾ മാക്സിമം സ്ക്യൂസ് ചെയ്യണം. അങ്ങനെ സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ നടക്കുന്ന നോർമൽ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലഷറബിൾ അല്ലാതെ എൻജോയബിൾ അല്ലാതെ തോന്നും. നമ്മളെ ഗോളിനെ പെർസ്യൂ ചെയ്യുന്നത് നമ്മൾ ഒരു ഡ്രൈവ് ഇല്ലാത്ത, ഒരു മോട്ടിവേഷൻ ഇല്ലാതാവും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്, ബ്രോ എനിക്കൊരു മോട്ടിവേഷനും ഇല്ല ബ്രോ, ഞാൻ ഫുള്ള് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ മേ ബി ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടാവും. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെ മാക്സിമം സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡോപ്പമിൻ ഇല്ല നമ്മൾ ബാക്കി കാര്യങ്ങൾക്ക്. അതേസമയം നമ്മൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്ത ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ഡോപ്പമിനെ പതുക്കെ യൂസ് ചെയ്യുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഡോപ്പമിനെ ഫില്ല് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് എങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യൊരു പെയിനൊക്കെ ഉണ്ടാവും, പിന്നെ നമുക്ക് നമ്മളെ മൂഡ് ഇമ്പ്രൂവ് ആവും. അതുപോലെ നമ്മൾ കോൾഡ് ബാത്ത് എടുത്തു കഴിഞ്ഞാൽ അത് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ പിന്നെ അത് എടുത്ത് കഴിയുമ്പോൾ നമ്മളെ മൂഡ് ഇമ്പ്രൂവ് ആകും. അപ്പോൾ ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡോപ്പമിനെ ഏകദേശം ഫില്ല് ചെയ്യുന്ന എഫക്റ്റ് ആണ് അതിനുണ്ടാവുക. അപ്പോൾ ഈ രാവിലെ തന്നെ എണീറ്റാണ്ട് ഇങ്ങനത്തെ സ്ക്രോളിങ്ങും അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കല്, ഹൈ ഷുഗർ, റിഫൈൻഡ് ഷുഗേഴ്സും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ നമ്മളെ ഡോപ്പമിനെ മാക്സിമം സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അൺഹെഡോണിയ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനാണ്. അൺഹെഡോണിയ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് മനസ്സിലാവും. നോർമൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു എൻജോയബിൾ അല്ലാത്ത രീതിയിലാവും, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ പ്ലഷറബിൾ അല്ലാത്ത രീതിയിലാവും. ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണതോ, അല്ലെങ്കിൽ പെറ്റ്സിനെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണതോ, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഓടാൻ പോകുന്നതോ, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതോ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കണതോ, ഇതൊക്കെ എന്താവും ഒരു ഡള്ള് രീതിക്കായി മാറും. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഡോപ്പമൈൻ ഡീറ്റോക്സ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. ഈ ഓൺലൈനിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് മലയാളത്തിൽ ഇതിനെക്കുറിച്ച് ആരും അങ്ങനെ പറയണില്ല. നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് കണ്ടന്റുകളെ കുറിച്ച് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. 2, ഈ ഡോപ്പമൈൻ ഡീറ്റോക്സ് ഇനി വീഡിയോ ഇട്ടോ തന്നെ പറയുന്നത് ഒന്നില്ലെങ്കിൽ 24 hours, അല്ലെങ്കിൽ 7 days, അല്ലെങ്കിൽ 30 days, ഈ ഒക്കെ രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം നമ്മൾ ഡോപ്പമൈൻ സിസ്റ്റം നമ്മൾ റീസെറ്റ് ചെയ്യുന്നു, നമ്മളെ ബേസ് ലൈനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു പറ്റ താഴത്തേനു അതിന് നമ്മളിങ്ങനെ ഉയർത്തി കൊണ്ടുവരുന്നു ഈ സംഭവങ്ങളൊക്കെ. പക്ഷേ ഇതൊരു ടെമ്പററി ആയിട്ടുള്ള മെത്തേഡാണ്. ടെമ്പററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാലം നമുക്കൊന്നും ചെയ്യേണ്ട, ഓക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാം, പിന്നെ നമുക്ക് വീണ്ടും പഴയ രീതിക്ക് തന്നെ പോകാന്നുള്ള രീതിയിലാണ് എനിക്കതിന് മനസ്സിലായത്. അതിന് പകരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോപ്പമൈൻ ഡീടോക്സ്ഡ് ലൈഫ് സ്റ്റൈലാണ്. പെർമനൻ്റ്ലി നമ്മളെ ലൈഫ് മൊത്തം അതിനെ അലൈൻ ചെയ്താണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഫണ്ണുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് ഭയങ്കര ഡള്ളാവില്ല. ഇല്ല, നമ്മൾ ഇൻസ്റ്റൻ്റ്ലി ഗ്രാറ്റിഫൈയിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നത്, നമ്മളെ നോർമൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എൻജോയബിൾ അല്ലാതാവുന്നു. അതേപോലെ തന്നെ ഹാർഡായിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റൻ്റ്ലി ഗ്രാറ്റിഫൈയിങ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് എൻജോയബിൾ അല്ലാതാവും. അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ ഈ ഡോപ്പമൈൻ ഡീടോക്സ്ഡ് ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ യു ഡു ഹാർഡ് തിങ്സ് എ ലോട്ട് ഓഫ് ടൈംസ് ദ ഹാർഡ് തിങ്സ് ഇറ്റ് സെൽഫ് ഗിവ്സ് യു ദ ഡോപ്പമൈൻ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഫ്രെയിം വർക്ക് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുതരാം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് തന്നെ ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇവന്റ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഇതിലൊന്നും ഇത് അപ്ലിക്കബിൾ അല്ല കേട്ടോ. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യാം, അവിടെ എൻജോയ് ചെയ്യണം. പക്ഷെ നമ്മളെ ഡെയിലി റൂട്ടീൻ, നമ്മൾ ഒരു നോർമൽ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മളെ വർക്ക്, നമ്മളെ സ്റ്റഡീസ്, ഈ കാര്യത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ആ ഒരു ടൈമിൽ യൂസ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് തിങ് ഈസ് എണീറ്റിട്ട് ഒരു 1 hour എങ്കിലും സോഷ്യൽ മീഡിയ എടുക്കരുത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഒരു നോട്ടിഫിക്കേഷനും ചെക്ക് ചെയ്യരുത്. മാക്സിമം എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻസ് ഒക്കെ എല്ലാ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫാക്കിയിടാം. ഒന്നും ചെക്ക് ചെയ്യരുത്. രാവിലത്തെ 1 മണിക്കൂർ നമ്മളെ ബ്രെയിൻ എന്താവും, ഷാർപ്പായി നിൽക്കുന്ന ടൈമേ കയറാം. രാവിലെ എണീറ്റ് ഒരു സമാധാനത്തിൽ നിൽക്കുന്ന ടൈമേ കയറാം. അപ്പോൾ ഈ ടൈമിൽ ആവശ്യമില്ലാത്ത ഒന്നും, ഇപ്പം ന്യൂസ് കാണൽ, ഫേസ്ബുക്ക് നേരെ എടുത്താണ് ന്യൂസ് കാണൽ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം നേരെ എടുത്ത് സ്ക്രോൾ ചെയ്യൽ, ഇങ്ങനത്തെ സംഭവം ഒന്നും ചെയ്യരുത്. ഓക്കെ, ദാറ്റ് ഈസ് യുവർ ടൈം. ഹാവ് എ സ്ലോ മോർണിംഗ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വെച്ചാൽ ഒരു 3-4 മണിക്കൂർ തന്നെ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെക്ക് ചെയ്യരുത്. ഈവൻ തമ്പനയിൽ പോലും ചെക്ക് ചെയ്യരുത് ഞാൻ പറയുന്നത്. യൂട്യൂബിൽ ജസ്റ്റ് നമ്മളെ ഹോം പേജ് പോലും ചെക്ക് ചെയ്താൽ ആ തമ്പനയിൽ പോലും നമ്മളെന്താവും, ഡിസ്ട്രാക്റ്റഡ് ആക്കും. രണ്ടാമത്തത്, ഡീജനറേറ്റ് മ്യൂസിക്കുകൾ കേൾക്കരുത്. ഈ ആർട്ടിസ്റ്റുകൾ കില്ലിങ്ങും റേപ്പിങ്ങും ഇങ്ങനത്തെ സംഭവത്തിനെ കുറിച്ചൊക്കെ പാടുന്ന രീതിയിലുള്ള റാപ്പ് സോങ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ലിറിക്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡീജനറേറ്റ് സംഭവങ്ങളാണെന്നുള്ളത്. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ കേൾക്കരുത്. മൂന്നാമത്തത്, ഫുഡ് നന്നാക്കുക. സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡുകൾ, ഹൈ പ്രോട്ടീൻ ഹൈ ഫാറ്റ് ഡയറ്റുകൾ കൂടുതൽ കഴിക്കാം.
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡംപായിട്ടുള്ള സാധനങ്ങളും എല്ലാ ഷുഗറി ഷിറ്റുകളും എല്ലാ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം വീട്ടിലുണ്ടാക്കുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ സിംഗിൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എഗ്ഗ് മീറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഹൈ ഫാറ്റ് ഹൈ പ്രോട്ടീൻ ഉള്ള സംഭവങ്ങൾ കൂടുതൽ കഴിക്കുക. നാലാമത്തത് ആർട്ടിഫിഷ്യൽ ഷുഗർ റിഫൈൻഡ് ഷുഗർ ഒഴിവാക്കുക, ലൈഫിൽ നിന്ന് തന്നെ ഒഴിവാക്കുക. ഇപ്പോൾ ചായയിലാണെന്നുണ്ടെങ്കിലും കോഫിയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇട്ട് കുടിക്കുന്നത്, അതുപോലെ തന്നെ പല സംഭവങ്ങളുണ്ടാവും. ഒരു ദിവസം എല്ലാ ദിവസവും അപ്പോൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ജ്യൂസ് കുടിക്കാൻ പോലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ അവിൽ മിൽക്ക് കുടിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഇടണ്ട എന്ന് പറയാം, അതുപോലെ ജ്യൂസ് കുടിക്കാൻ പോകുമ്പോൾ ഷുഗർ ഇടണ്ട പറയാം, കോഫി കുടിക്കുമ്പോൾ ബ്ലാക്ക് കോഫി കുടിക്കാം. ആ രീതിയിൽ റിഫൈൻഡ് ഷുഗർ ഒഴിവാക്കുക. അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്യാൻ തോന്നുമ്പോൾ ഒരു 3 ടൈപ്പ് ബുക്ക് എടുത്ത് വെക്കുക. എങ്ങനെയാ വെച്ചാൽ, ഒന്ന് പക്ക നോൺ ഫിക്ഷൻ, പക്ക അഡ്വൈസ്, പക്ക സെൽഫ് ഹെൽപ്പ്. 2 ഒരു സ്റ്റോറി രീതിയിലൊക്കെയുള്ള കുറച്ചുകൂടി എൻജോയബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ ഉണ്ടാവും. ബാക്കിയുള്ള ഓട്ടോബയോഗ്രഫി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. 3ാമത്തത് പക്ക ഫിക്ഷൻ, നമുക്ക് വായിച്ചിരിക്കാൻ പറ്റുന്ന നോവൽ പോലത്തെ സംഭവങ്ങൾ. അപ്പം ഇങ്ങനെ 3 എടുത്തിട്ട് സ്ക്രോൾ ചെയ്യാൻ തോന്നുമ്പോൾ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ഈ സംഭവങ്ങൾ ചെയ്യാം, ഈ ബുക്കുകൾ വായിക്കാം. അപ്പോൾ ഈ ബുക്കുകൾ വായിക്കുമ്പോൾ ഒന്ന് ബോറടിക്കും, അപ്പോൾ ഫിക്ഷൻ എടുക്കുക, ഫിക്ഷൻ വായിച്ച് ബോറടിക്കുമ്പോൾ മറ്റെടുക്കുക, ഏത് ഓട്ടോബയോഗ്രഫി എടുക്കുക, എന്നിട്ട് പിന്നെ നോൺ ഫിക്ഷൻ എടുക്കുക. ഈ രീതിയിൽ എന്ത് ചെയ്യുക, ബുക്ക് വായിക്കുക. എന്നിട്ട് സ്ക്രോളിംഗ് എന്ന് പറഞ്ഞ സംഭവം തന്നെ എൻജോയബിൾ അല്ലാത്ത രീതിയിലേക്ക് മാറ്റണം, കുറച്ച് ഒരാഴ്ച 2 ആഴ്ച ഒക്കെ കഴിയുമ്പോൾ. അടുത്തത് രാവിലെ എണീറ്റിട്ടോ അല്ലെങ്കിൽ ഉറങ്ങാൻ പോണതിൻ്റെ മുമ്പോ ഒരു 5 to 10 മിനിറ്റ് മെഡിറ്റേഷൻ ആഡ് ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും യൂട്യൂബ് വെച്ചാണ്ട് ചെയ്യരുത്. ഇത് യൂട്യൂബ് എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് തന്നെ കുറേ തമ്പനയിലും കാര്യങ്ങളൊക്കെ കാണും, ഷോർട്സും കാര്യങ്ങളൊക്കെ കയറി ആദ്യം തന്നെ യൂട്യൂബ് എടുത്ത് ഓപ്പൺ ആയിക്കാണ്ട് വരുന്നുണ്ടാവുക, പിന്നെ ഞങ്ങൾ അതിൽ പോകും. അതിന് പകരം എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ്റെ തന്നെ ആപ്പ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യണമല്ലാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് ആപ്പ് ഉണ്ടാവും. ക്ലോക്കിൽ പോയിട്ട് ടൈമർ ഉണ്ടാവും, ടൈമർ വെച്ചാണ്ട് ആ ടൈമർ കഴിയുമ്പോൾ ഇപ്പോൾ 5 മിനിറ്റ് വെച്ചെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ അതിൽ ചെറിയൊരു അലാറം പോലെ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ്റെ തന്നെ ആപ്പുകൾ ഉണ്ടാവും, ടൈമറുകൾ ഉണ്ടാവും. അത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് എന്ത് ചെയ്യുക, അത് കയറ്റുക, അത് യൂസ് ചെയ്യുക. ആഡ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫ്രീ ആപ്പുകൾ ഉണ്ടാവും. ഒരിക്കലും യൂട്യൂബ് വെച്ചാണ്ട് ചെയ്യരുത്. ലാസ്റ്റ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ബോഡി റെസ്റ്റഡ് ആണെന്ന് ഫീൽ ചെയ്യുന്നത് വരെ സ്ലീപ്പ് ചെയ്യുക എന്നുള്ളത്, അതായത് സ്ലീപ്പിന് പ്രാധാന്യം കൊടുക്കുക. ബോഡി റെസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റാണ്ട് നമ്മൾ ടയേർഡല്ല, നമുക്ക് അത്യാവശ്യം എനർജി ഉണ്ട്, നമുക്ക് ക്ലിയർ ആണ്, നമുക്ക് ബ്രെയിൻ ഫോഗും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എത്രത്തോളം സ്ലീപ്പ് നമുക്ക് വേണം എന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ നോക്കുക. നമ്മൾ ഇപ്പോൾ അലാറം വെക്കാതെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ബോഡി എത്രത്തോളം സ്ലീപ്പ് ആവശ്യമുണ്ട്, നമ്മളെ ബോഡി നാച്ചുറലി നമുക്ക് ആവശ്യമുള്ള അത്രയാണ് ഉറങ്ങാം. അപ്പോൾ നമ്മൾ രാത്രി ഇപ്പോൾ ഒരു 10 മണിക്ക് കടന്നു വിചാരിച്ചോ, അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ ചിലപ്പോൾ ഒരു 6 മണിക്കൊക്കെ കയറും ഓട്ടോമാറ്റിക്കലി ബോഡി എണീക്കുണ്ടാവുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8 മണിക്കൂർ ബെഡിൽ കിടക്കണം നമ്മളെ ബോഡിക്ക്. അപ്പോൾ ആ രീതിയിലുള്ള സ്ലീപ്പ്, ബോഡി റെസ്റ്റഡ് ആണെന്ന് ഫീൽ ചെയ്യുന്ന വരെയുള്ള സ്ലീപ്പ് ഉണ്ടല്ലോ, അത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാണ്ടായിരുന്നത്. എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഇതൊരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റുക. ശരിയാണ്, ഒറ്റയടിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ സ്റ്റെപ്പായി ഗിവ് അപ്പ് ചെയ്യാതെ പതുക്കെ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുക. എന്നിട്ട് എന്തെങ്കിലും ഇവന്റുകളോ ടൂറോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് എൻജോയ് ചെയ്യാതൊന്നും പ്രശ്നമില്ല. പക്ഷെ നോർമൽ ലൈഫ് എന്ത് ചെയ്യാം, ചീപ്പ് ഡോപ്പമിനിൽ നിന്ന് മാറി നിൽക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡിസ്ട്രാക്ഷൻസ്, ഇത്രയും ചീപ്പ് ഡോപ്പമിനൊക്കെ നമ്മളെ അറ്റൻഷൻ നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടാസ്കിൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് എനർജി ഇല്ല. നമ്മളെ എനർജി, നമ്മളെ ഡോപ്പമിൻ, നമ്മളെ മോട്ടിവേഷനൊക്കെ നമ്മൾ ഇവർക്ക് കൊടുത്തു. സോഷ്യൽ മീഡിയയിലും സ്ക്രോളിങ്ങിനും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡും ഇങ്ങനത്തെ സംഭവമൊക്കെ ചെയ്താണ്ട് പിന്നീട് നമുക്കൊരു ടാസ്കിൽ സിംഗുലർ ഫോക്കസ് ചെയ്യാനുള്ള എനർജി നമുക്കില്ല, ഫോക്കസ് നമുക്കില്ല, നമ്മൾ ഫുൾ ഡിസ്ട്രാക്റ്റഡ് ആണ്, നമുക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല. അങ്ങനെയൊക്കെ അധികം ആൾക്കാർ അങ്ങനെ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ലോകത്ത്, അങ്ങനെ ഇനി കൂടി വരുന്ന ഈ ലോകത്ത് ഒരുപാട് നേരം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോപ്പമിൻ ഡീറ്റോക്സ്ഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു സൂപ്പർ പവർ ആണ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.